അപ്പൊ പണ്ട് ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഓർമ്മകളില്ലെങ്കിലും ചെറിയ ചെറിയ ഓർമ്മകളുണ്ട്. അല്ലല്ല 2013 ഞാൻ മലയാള സിനിമയിലേക്ക് ഫസ്റ്റ് പറയട്ടോ. 2013 ഫസ്റ്റ് തുടക്കം. കാരണം ലാലേട്ടന്റെ പടത്തില് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പിള്ളേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പോയതാ ലൊക്കേഷനിൽ യൂണിഫോം ഇട്ട് പോയപ്പോൾ ഫസ്റ്റ് നമ്മള് മറ്റേ സനൂപിനൊക്കെ പോയി കെട്ടിപ്പിടിച്ചു, അനിയത്തിക്ക് പോയി കെട്ടിപ്പിടിച്ചു. സനൂപ് എന്ന് പറഞ്ഞാൽ സനുഷ്ണനിയാണ് കേട്ടോ. അതെ. അപ്പൊ അവനായിട്ടൊക്കെ കമ്പനി ഉണ്ട്. പക്ഷെ കമ്പനി ആ സമയത്ത് നല്ല സൗഹൃദം തോന്നുന്നു. പിന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരോ ആ പടത്തില് ജസ്റ്റ് ഓടി ഒരു കാല കാണിച്ചു. അപ്പൊ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലുണ്ടായി. പിന്നീട് 2015 കാന്താരി കാണിച്ചല്ലോ. 2015 കാന്താരി എന്നൊരു പടം. അതില് നായികർ നമ്മുടെ ഇപ്പൊ മറിമായത്തിലൊക്കെ ഫെയിമായിട്ടുള്ള ഇപ്പൊ അമ്മയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള രചന നാരായണൻകുട്ടി. അപ്പൊ ആ ചേച്ചിയുടെ പടത്തില് അത്യാവശ്യം ഒരു 12-15 പേര് മരണവീടെന്ന് പറയുമ്പോ ഈ പുള്ളി പറഞ്ഞല്ലോ, ഈ പുള്ളി മറ്റേ ബിഗ് ബിയിൽ ഈ പുള്ളിയെ കാണണമെങ്കിൽ സൂചിച്ചിടായിരിക്കും. പക്ഷെ ഈ തപ്പട സീൻ എന്ന് പറഞ്ഞാൽ ഒരു 10-16 പേരുണ്ട്, 16 ആൾക്കാര്. അവര് ഇങ്ങനെ ഈ ഒരു വീടിന് ചുറ്റും കൂടി നിൽക്കണേ. ചെറിയ വലിയ വീടാണ്, മണിമലത്തെ വീടാണ്. പക്ഷെ കൂടി നിൽക്കുന്ന സീനിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും സിനിമ യൂട്യൂബിലുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ 2016 തന്നെ ഓർമ്മയുള്ള മഞ്ഞാണ് നമ്മളോട്. അതിനകത്ത് ജഗദീഷ് ചേട്ടൻ്റെ അപ്പം ഒരു സീൻ എന്ന് പറഞ്ഞാൽ, ജഗദീഷ് ചേട്ടൻ ഒരു ഡോക്ടറാണ്. അപ്പൊ ഭ്രാന്താശുപത്രിയാണ്. അപ്പൊ ഞാനൊരു ഭ്രാന്തന്റെ ക്യാരക്ടറാണ് ജീവിതത്തിലുള്ള. അപ്പൊ എനിക്ക് പരിപ്പറി ചോറുന്ന ക്യാരക്ടർ. അത് ഇന്നാള് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ കളിച്ചായിരുന്നു. അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തില്ല എന്തോ ഒരു സിനിമയുടെ ഇതുകൊണ്ട്. കാരണം നല്ലൊരു സീനായിരുന്നു. കാരണം അതൊരു 4 ടേക്കിൽ അത് ഓക്കെ ആക്കിയായിരുന്നു. 4 ടേക്കില്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ കണ്ണന്താർമക്കുള്ള ചേട്ടന്റെ അച്ചാൻസ് എന്ന സിനിമയില് ചെറിയൊരു ഷോട്ട് ഉണ്ണിമൂന്നൻ സാർ ഞാൻ പറയട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ചാൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എമ്പുരാന്റെ ഫസ്റ്റ് പാട്ട് ലൂസിഫറിൽ നമ്മള് ക്രൗഡായിട്ടൊക്കെ പോയായിരുന്നു. അപ്പൊ അതിലും നമ്മള് കാണിച്ചൊന്നുമില്ല. പക്ഷെ എങ്കിലും അവരൊരു സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം പൈസ കിട്ടി. 2,500 രൂപ കിട്ടി 4 ദിവസം പോയി. അപ്പൊ അതില് രാജുകൊണ്ടേ നേരിട്ട് കാണാൻ പറ്റും, മഞ്ജുച്ചിനെ കാണാൻ പറ്റും. അന്നൊക്കെ കൂളായിട്ട് പോവാല്ല. കാരണം വലിയ ഫെയിം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നാണെങ്കിൽ സെറ്റിൽ അടുപ്പിക്കില്ല, എമ്പുരാനെ അടുപ്പിച്ചില്ല. ഫെയിം ആയുള്ള അടുപ്പിക്കാതെ സെറ്റിലൊന്നും, വലിയ സെറ്റിലൊന്നും. അപ്പൊ പറഞ്ഞു വരട്ടെ. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇട്ടിമണി മെയ്ഡ് ഇൻ ചൈനയില് ചെയ്തായിരുന്നു, ലാലേട്ടനെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കന്റെ മാമാങ്കം ചെയ്തിരുന്നു. അപ്പൊ അവര് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മള് നേരിട്ട് ഒരു 10 മീറ്റർ അകലത്ത് പോയി കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഫെയിം അത്രയൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പിക്കുന്നില്ല. അത് ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ അത് അവസാനം ഞാൻ കണ്ടത് ഒരു പാട്ട് പാടിക്കേ, അത് പോട്ടെ. പറഞ്ഞിട്ടേ ജീവിതം പറയട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാമാങ്കം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മൂക്കരെ കാണുന്നത് പലരും പറയും മമ്മൂക്ക എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യൂലെന്ന് പറയും. പക്ഷെ പണ്ട് നല്ല രീതിയിൽ ഇപ്പൊ ആദർശമായിട്ട് ഞാൻ നിൽക്കുമ്പോ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഏകദേശം ഒരു 5 മീറ്റർ ഉണ്ട്. പറയട്ടോ, ഞാൻ 5 മീറ്റർ ഡിസ്റ്റൻസിന് മമ്മൂക്ക കൈവന്ന് കാണിച്ചിട്ടുണ്ട്. ഏത് ലൊക്കേഷനിൽ? മമ്മൂക്ക ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഭീഷ്മപുരം ലൊക്കേഷൻ. പോസ്റ്റർ നോക്കിയിട്ട് കോമഡി പ്രോഗ്രാമിന്റെ ചിരിയോ ചിരി എന്ന് പറഞ്ഞ് അത് മുകേഷ് ചേട്ടനാണ് കൊടുത്തത്. അൻസാർ മാറാടി ഞാനും പോയിട്ട് ഇങ്ങനെ കൊടുത്തു. അതായത് ചെറിയൊരു സ്റ്റിക്കർ. അപ്പൊ ജയസൂര്യയാണ് ആശംസ എന്ന് പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ജയസൂര്യ വിളിച്ചിട്ട് കൂടുകൂടെ ബഹളം ഉണ്ടാക്കി. അതായത് ജയസൂര്യയുടെ താരം മനോജ് ഗിന്നസിന്റെ പടം വെച്ചിട്ടുണ്ടാകും ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ. അപ്പൊ ഏതൊരു നാറി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പടമൊക്കെ പിടിച്ച് വെച്ചിട്ട് പരിപാടി പിടിക്കുമെന്ന് പറഞ്ഞു അന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ആശംസ എന്ന് പറഞ്ഞാൽ വെച്ചേക്കണെന്ന് പറഞ്ഞു. ഒരു അന്യ വെക്കണ്ട കേട്ടോ അഭിലാഷ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാർഡ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ മമ്മൂക്ക മുകേഷ് ചേട്ടൻ വാങ്ങി ഇതെവിടെ ട്രൂപ്പ് എന്നൊക്കെ ചോദിച്ചു. കാരണം പുള്ളി ആ ഒരു മിമിക്രിക്കാരൻ ഒരു മൈൻഡ് അങ്ങനെ പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തല്ലുമലയില് നല്ല രീതിയിൽ ഒരു ക്ലോസ് അപ്പ് സീക്വൻസ് കിട്ടും. ഒരുപാട് വർഷം ശേഷമാണ് ആ ഒരു സീക്വൻസ് കിട്ടുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാന്താരി ചെയ്തു, ഓർമ്മ മഞ്ഞാൽ ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഫേസ് റിവീൽ ചെയ്തു. നിലവില് ഒരു 36 പടങ്ങളില് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 5-6 പടങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ബോയ്സിൽ നല്ല ഡയലോഗ്സും കിട്ടിയിട്ടുണ്ട്. അതിപ്പോ റിവ്യൂസ് കാരണമാണ്. പിന്നെ വേറൊരു പടം എന്ന് പറഞ്ഞാൽ 100 കോടി ക്ലബിൽ കയറിയ പടത്തിലും
RDX-ലും ചെറിയ രീതിയിൽ അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. RDX-ൽ അമ്മാനെ എന്നെ വെട്ടിക്കളഞ്ഞു. ആ കത്തി താഴേക്ക് ആടുമ്പോ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വരല്ലേ, ഇവിടം വരെ ഇല്ല. ഇയാൾക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമ അറിയോ? മഴവിൽ മനോരമ അതിൽ ചായ കുടിക്കാരൻ ഞങ്ങൾ മഴവിൽ മനോരമ മഴവിൽ മനോരമ മഴ അതൊക്കെ കിട്ടൂടെ? യാ കിട്ടൂല. മഴവിൽ മനോരമ. അത് ഓക്കെയാണോ? അപ്പൊ അതില് ചായ കുടിക്കാരൻ ചങ്ങാതിയിലൊരു സീൻ എപ്പോഴും വൈറലാണ്. ഏത് 10 മില്യൺ ഉണ്ട്. ആര്? മറ്റേ എടാ മണിയെന്ന് വിളിക്കുന്നത് ഈ പുള്ളിയാ. അപ്പൊ അത്രയും ചെയ്തൊരു പുള്ളി ഈ ഒരു സീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് തനിക്കേണ്ട ആവശ്യമില്ല. അല്ല, എനിക്ക് സങ്കടമുണ്ട് പൈ. കാരണം RDX അതുപോലെ വിജയിച്ചൊരു പടം. ഞാൻ ഒരുപാട് ഞാൻ പോയി നോക്കിയായിരുന്നു. കാരണം വെച്ചാൽ എന്റെ സീന് കണ്ടപ്പോൾ കാരണം എനിക്ക് എന്റെ കൈ കാലം പറിച്ചിട്ടല്ല. കാരണം ഇങ്ങനെ കത്തി ലാസ്റ്റ് സീൻ പടം കണ്ടല്ലോ RDX, ലാൽ സാറും ഷൈനൊക്കെ ഇരിക്കുമ്പോൾ ഒരു കത്തി ഒരാളുടെ ചാടും, അതിങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനായിരുന്നു. പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഒരു ജാതകം ഒന്ന് മാറിയെന്ന് സത്യം പറഞ്ഞത്. കാരണം വെച്ചാൽ ഒരു രജിസ്റ്റർ ആയേനെ സിനിമയില്. അത് കൂടാണ്ട് മറ്റേ ദുൽഖറിന്റെ പടം ഉണ്ടായിരുന്നല്ലോ അയാളെ ഇറങ്ങി കൊത്ത് എന്താ കൊത്തയിലെ ഞാനും സുമേഷ് തമ്പി എന്ന് പറഞ്ഞ വാനിന്റെ അവിടെ ഒരു കത്തിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സംഭവം അതും എററായി കാണിച്ചു. എന്തായാലും ഈ പടം മറ്റേ RDX പടത്തില് 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് പെപ്പയുണ്ട്, പിന്നെ ഷൈനികോ ഉണ്ട്, പിന്നെ നീരജ് മാധവ് ഉണ്ട്. 3 നായകന്മാരാ. അതില് 2 പേർക്ക് പെപ്പയ്ക്കും പെപ്പ അത്യാവശ്യം മൈൻഡ് ചെയ്യും, പക്ഷെ പ്രശംസിക്കൊന്നുമില്ല. വീട്ടിൽ പോയി സീനൊക്കെ ഉണ്ട്. പക്ഷെ അഭിനയം കണ്ടിട്ടില്ലേ? അഭിനയം കണ്ടിട്ട് നീ ക്രിക്കറ്റ് സീനിലുണ്ടല്ലോ എന്ന് പറഞ്ഞത് നീരജ് മാധവ കെട്ടിപ്പിടിച്ചു പുള്ളി കരഞ്ഞുപോയി. അതൊരു അത്ഭുതമായി പോയി. കാരണം നീരജ് മാധവനെ പറ്റി അത് പറയാം. നീരജ് മാധവ് മറ്റേ അല്ല നീരജ് മാധവന്റെ ഒരു പറയട്ടെ ചേച്ചിക്ക് വേണ്ടി ദൃശ്യത്തിലും ദൃശ്യമാണെങ്കിൽ ആരട്ടൊപ്പം ചെയ്തൊരു വ്യക്തി നീരജ് മാധവ്. അപ്പൊ പിന്നെ അതിൽ ജമിനാപ്പിയാല് ചാക്കോച്ചന്റെ ഒപ്പം ചെയ്തു. ലെജൻഡ് ആയിട്ടുള്ള ആക്ടർ പറയാൻ സമയത്ത് ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നെ ജോസ് പെരേരെ ഞാൻ കണ്ടില്ലോ കമന്റിലൂടെയാണോ പേര് വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ട വ്യക്തികള് നമ്മൾ തിയേറ്ററിൽ നിന്ന് പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ടുവന്ന് സമ്മതിക്കണം. പിന്നെ കുറേ ദിവസം കയറ്റി. പക്ഷെ പടം കണ്ടിറങ്ങിയപ്പോൾ എന്തായാലും നീരജ് മാധവന്റെ നീരജിന്റെ വാക്കുകൾ കാരണം നീരജിന്റെ ഡാൻസ് പലരും കളിയാക്കുന്നുണ്ട്, പലരും കണ്ട് ആവർത്തന വിശദ പറയുന്നു. പക്ഷെ നീരജിന്റെ ആ ഒരു കരുതലുണ്ട് മറ്റുള്ള ആൾക്കാരോട്. കാരണം നീരജ് മാധവ് എന്ന് പറഞ്ഞ നടൻ മലയാളത്തെ വലിയ രീതിയിൽ ശോഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങും അറിയപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പറയട്ടോ. പുള്ളി നായകനായിട്ട് മാത്രം ഒരു പടം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം പുള്ളിക്ക് ആത്മാർത്ഥതയുണ്ട്. കാരണം പുള്ളിക്ക് ആണെങ്കിൽ എന്നോട് പറയാണ്ടിരിക്കാം. ഒരു ഒറ്റ സംശയം അല്ല ഇതിപ്പോ നീരജ് മാധവിനെ പ്രൊമോഷൻ ചെയ്യാനുള്ള മാറിയോ? ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു. മോനെ അതൊക്കെ നീ ഒരു നാദൃശ്യാണ്.